എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത് സാറിൻ്റെ ആദ്യ കേസന്വേഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് ചെയ്ത് പഠിച്ചത് ചിലപ്പോൾ ഈ കേസിലായിരിക്കും. ഡ്രൈവറായി ചുമതല വഹിച്ച് അപാകമായും ഉദാസീനമായും മനുഷ്യജീവന് ആപത്ത് വരത്തക്ക വിധം അമിത വേഗതയിൽ. എന്തോന്നടേ ഇത്? ഒരു മര്യാദ വേണ്ടേ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എട്രിൻസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വൈശാഖ് പുന്നശ്ശേരി. ഈ കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ കളർ കോഡ് വെച്ച് ഒരു KSRTC ബസ്സും ഒരു ടവേരയും കൂട്ടിയിടിച്ച് 5ഓളം യുവാക്കളുടെ ജീവൻ പൊലിയുന്ന ഒരു സംഭവം ഉണ്ടായത്. ഈ 5 യുവാക്കളെന്ന് പറയാൻ പോലും ആയിട്ടില്ല, 5 കുട്ടികളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 20 വയസ്സ് പോലും കടന്നിട്ടില്ല, 19 വയസ്സാണ് പലരുടെയും പ്രായം. അതിലേറ്റവും ദുഃഖിപ്പിക്കുന്നത് അവരെല്ലാവരും മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാവിയിൽ അനേകം ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞയെടുത്ത് പഠനം തുടങ്ങിയവർ. അവിടെയാണ് ഏറ്റവും വിഷമകരമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവർ തൽക്ഷണം മരിച്ചു എന്നുള്ളതാണ് ആ കുടുംബക്കാരുടെ അവസ്ഥ. അതൊക്കെ വളരെ ദാരുണമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഒരു മകൻ മാത്രമുള്ള ഒരു കുടുംബമുണ്ട്. അവരുടെ ഒന്നും ദുഃഖമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം ആൾക്കാരെല്ലാം കണ്ടിട്ടുണ്ട്, പല മാധ്യമങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ സംഭവിച്ചിരിക്കുന്നത് കാർ ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ഭാഗത്തുള്ള പിഴവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒന്നാമത്തെ കാര്യം, അവിടെ നല്ല മഴയുണ്ടായിരുന്നു, വഴുക്കലുണ്ടായിരുന്നു, കാറ് ഒരുവിധം സ്പീഡിലായിരുന്നു എന്നുമാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അമിത വേഗതയിലുമല്ല. പക്ഷേ ആ കാറിൻ്റെ കാലപ്പഴക്കം കൊണ്ട് ആൻറ്റി ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലാത്ത ഒരു കാറാണ്. ഏതാണ്ട് 15 വർഷത്തോളം പഴക്കമുള്ളൊരു കാറാണ്. അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്കിഡ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലുള്ള ഒരു കാറായിരുന്നു. 7 പേർക്ക് ഇരിക്കാവുന്ന കാറിൽ 11 പേരാണ് യാത്ര ചെയ്തത്. അവിടെയാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി ഇത്രത്തോളം കൂട്ടിയത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, ഈ ഒരു അപകടം നടന്നത് ആ ഒരു KSRTC ബസ് അതിൻ്റെ സൈഡിൽ തന്നെയാണ് വരുന്നത്. പറയുന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചറാണ്. ഈ പറയത്തക്ക ഓവർ സ്പീഡൊന്നുമില്ല. ഒരു മിനിമം സ്പീഡ് 45-50 സ്പീഡിൽ തന്നെയാണ് ആ KSRTC ബസ്സും വരുന്നത്. എല്ലാം ഓക്കെയാണ്. ഈ കാറ് പെട്ടെന്ന് തെന്നി വലതുഭാഗത്തൂടെ വന്നുകൊണ്ടിരുന്ന KSRTC ബസ്സിലേക്ക് ഇടിച്ചു കയറുകയാണ്. അതും KSRTC ബസ്സിൻ്റെ വലതുഭാഗത്ത്. ഓക്കെ, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പൂർണ്ണമായും ആ കാറ് ഓടിച്ചിരുന്ന വ്യക്തിയുടെ പിഴവാണ് അവിടെ മനസ്സിലാക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചു, അപകടം സംഭവിച്ചു, മരണം സംഭവിച്ചു. നമുക്കിനി അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഞെട്ടിച്ച ഒരു സംഭവം എന്ന് പറയുന്നത്, ഇതിൽ ഒരു FIR എടുത്തിട്ടുണ്ട്. ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR എടുത്തിട്ടുണ്ട്. ആ FIRൽ ഈ ബസ് ഡ്രൈവർക്കെതിരെ ഒരു കേസ് അങ്ങ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞാൻ അപ്പോൾ 1-2 മാധ്യമത്തിൽ കണ്ടപ്പോഴത്തേക്കും എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനത് നേരെ FIR ഡൗൺലോഡ് ചെയ്തു. ഞാൻ അതൊന്ന് കാണിക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്, ആലപ്പുഴ ഡിസ്ട്രിക്ട് ആലപ്പുഴയാണ്, പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ സൗത്ത്. ഓക്കെ, FIR നമ്പർ 1567, വർഷം 2024. ഇപ്പോഴത്തെ നിയമം എന്ന് പറയുന്നത് നമ്മുടെ IPC അല്ല, ഇന്ത്യൻ പീനൽ കോഡല്ല. അത് മാറി ഭാരതീയ ന്യായ സംഹിത വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് BNS. ആ BNSലെ 281, 106 വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ആ വകുപ്പുകൾ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നേരെ പോവേണ്ടത് ഈ FIRൻ്റെ ഉള്ളടക്കത്തിലേക്കാണ്. FIRൻ്റെ ഉള്ളടക്കം: പ്രതി ഡ്രൈവറായി ചുമതല വഹിച്ച് അപാകമായും ഉദാസീനമായും മനുഷ്യജീവന് ആപത്തു വരത്തക്ക വിധം അമിത വേഗതയിൽ ആലപ്പുഴ കായംകുളം റോഡിലൂടെ അശ്രദ്ധമായി. എന്ത് കഷ്ടമാണല്ലേ. നമുക്ക് ഇപ്പം ഈ KSRTC ബസ്സിനെ ഒന്നും ഞാൻ ന്യായീകരിക്കില്ല. എനിക്ക് ന്യായീകരിക്കുന്നത് അത്ര ഇഷ്ടമല്ല. കാരണം എനിക്ക് റോഡിൽ ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ കാർ ഓടിച്ച് പോകുമ്പോഴത്തേക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ KSRTC ഡ്രൈവേഴ്സ് തന്നെയാണ്. നമ്മൾ ഈ പോലീസ് വകുപ്പ് പറയും പോലെ ഏതാണ്ട് 75% കള്ളന്മാരാണ്, ഒരു 25% ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഈ KSRTC ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡ്രൈവർമാരും. ഏതാണ്ട് 75% കള്ളന്മാരാണ്, ഒരു മര്യാദ ഇല്ലാത്തവന്മാരാണ്. പക്ഷേ അവിടെയും ഉണ്ട് ഒരു 25% നല്ല ആൾക്കാർ. അപ്പോൾ ഈ ഒരു അപകടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എനിക്കല്ല, ഈ ഒരു അപകടം CCTVയിൽ കാണുന്ന ആർക്കും പച്ചവെള്ളം പോലെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ ബസ് വരുന്നത് വളരെ സാധാരണ സ്പീഡിലാണെന്നുള്ളതും. അതൊരു KSRTC ഫാസ്റ്റ് ബസ്സാണ്. ആ ബസ്സിലേക്ക് ഈ കാറ്
സ്കിഡ് ചെയ്ത് ഇടിച്ച് കയറുന്നതാണ്. അതിലിനിയിപ്പോൾ യാതൊരു തർക്കവുമില്ല. ആ വീഡിയോ കാണുന്നവർക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന കാര്യമാണ്. എന്നിട്ടാണ് ഈ FIRൽ ഈ രീതിയിൽ എഴുതി വച്ചിട്ടുള്ളത്. ഡ്രൈവറായി ചുമതല വഹിച്ച് അപാകമായും ഉദാസീനമായും മനുഷ്യജീവന് ആപത്ത് വരത്തക്ക വിധം അമിത വേഗതയിൽ. എന്തോന്നടേ ഇത്? ഒരു മര്യാദ വേണ്ടേ? നമുക്കവിടെ വ്യക്തമായി കാണാൻ പറ്റും ആ KSRTC ബസ്സിലേക്കാണ് ഈ കാർ വന്ന് ഇടിച്ച് കയറുന്നത്. ഇത് ഈ കണ്ണും കാതും ഒന്നും ഇല്ലേ ഇതൊക്കെ എഴുതുന്നവർക്ക്? അപ്പം ഞാൻ കുറച്ചുകൂടെ താഴോട്ട് നോക്കിയപ്പോഴത്തേക്കും ആ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ശ്രീജിത്ത് K, ഇൻസ്പെക്ടറാണ്. സാറിൻ്റെ ആദ്യ കേസ് അന്വേഷണമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാറ് ചെയ്ത് പഠിച്ചത് ചിലപ്പോൾ ഈ കേസിലായിരിക്കും. എന്നാലും ഒരു സാമാന്യ ബുദ്ധി, മര്യാദ എന്നുള്ള സാധനങ്ങളൊക്കെ ഇല്ലേ? അത് വെച്ചൊക്കെയല്ലേ ഒരു FIR ഒക്കെ തയ്യാറാക്കേണ്ടത്? എനിക്കറിഞ്ഞൂടാ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി കേസ് എടുത്തിട്ട് ചേർത്ത വകുപ്പുകളാണ് 281 106. അപ്പോൾ ഈ 281 എന്ന് പറയുന്ന വകുപ്പെന്ന് പറയുന്നത് റാഷ് ഡ്രൈവിംഗ് ആണ്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞതുപോലെ അലസമായുള്ള ഡ്രൈവിംഗ്. അലസമായി ആ ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വകുപ്പ് അതാണ്. ഓക്കെ, ശരി, അലസമായി ഓടിച്ചു. ഇപ്പം മഴയത്ത് അലസമായി ഓടിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. എന്നെ ഞെട്ടിച്ചത് അതിൽ രണ്ടാമത്തെ വകുപ്പാണ് 106. ഈ 106 എന്ന് പറയുന്നത് കോസിങ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അപ്പോൾ അവഗണന മൂലം ഒരു മരണമുണ്ടാക്കി, ഈ മനഃപൂർവ്വമായ നരഹത്യ എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെയാണ് സംഭവം. എന്ത് അവഗണിച്ചു എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലാവാത്തത്. സാധാരണഗതിയിൽ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുന്നത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. ഇപ്പോൾ കാരണം മരണം സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് വന്ന് കയറിയാൽ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിരുന്നാലും മരണം സംഭവിച്ചു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നൊരു സംഭവമല്ലേ അവിടെ വരുന്നത്. കാരണം ഈ ബസ് അങ്ങോട്ട് പോയി ഇടിച്ചിരുന്നാലും അയാൾക്ക് പൂർവ്വ വൈരാഗ്യമൊന്നും ഇല്ലല്ലോ. വന്ന വഴിയിൽ പോയി ഇടിച്ചു എന്നുള്ളതല്ലേ. ഇതിപ്പം അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇടിച്ചത്. ആ കാറ് ബസ്സിലേക്കാണ് ഇടിച്ച് കയറിയിരിക്കുന്നത്. ഇവിടെ വിവരിച്ചിരിക്കുന്നത് അശ്രദ്ധ മൂലമുള്ള മരണമുണ്ടാക്കുക. അതായത് 5 വർഷം. അങ്ങനെ ഒരു സംഭവം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ 5 വർഷം തടവ് ലഭിക്കുന്ന ശിക്ഷയാണ്. ആ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ബസ് അയാൾ അവിടെ പിടിച്ചു നിർത്തി. അവിടെ തൊട്ടടുത്തൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റിലേക്ക് ഇടിക്കാതെ അയാൾ അവിടെ പിടിച്ചു നിർത്തുകയുണ്ടായി. അയാൾക്ക് ആ ഒരു സഡൻ ബ്രേക്കിങ്ങിൽ അയാൾക്ക് നടുവിന് പരിക്ക് പറ്റി. ബസ്സിലെ പല ആൾക്കാർക്കും പരിക്കുണ്ടായി. പക്ഷെ ആരുടെ തെറ്റുകൊണ്ട്? കുട്ടികളുടെ തെറ്റുകൊണ്ട് കുട്ടികൾ മരണത്തിന് കീഴടങ്ങി എന്നതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ആ ഒരു പാവപ്പെട്ട ഡ്രൈവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു കുടുംബവും കുട്ടിയുള്ള ഒരു മനുഷ്യനല്ലേ അയാളെ എന്തിനാണ് ഈ ഒരു അപകടത്തിൻ്റെ പേരിൽ, അത് ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് CCTV എവിഡൻസ് നമ്മളെ മുമ്പേ ഇരിക്കുമ്പോൾ എന്തിനാണ് ആ പാവം മനുഷ്യനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഇതിപ്പോൾ കോടതിയിൽ പോകുമ്പോഴത്തേക്കും ഇതൊന്നും നിലനിൽക്കില്ലായിരിക്കും, ഇത് പോവുമായിരിക്കും. പക്ഷേ ഇയാൾക്ക് ഈ ഒരു പ്രോസസ്സിലൂടെ എല്ലാം കടന്നു പോകണ്ടേ? ഇപ്പോൾ പോലീസ് വിളിക്കുന്നുണ്ട്. പോലീസ് വിളിക്കുമ്പോഴത്തേക്കും സ്റ്റേഷനിൽ ഹാജരാവണം. അപ്പോൾ ഡ്യൂട്ടി എടുക്കാൻ പറ്റത്തില്ല. മൊഴിയെടുപ്പ്, ചോദ്യം ചെയ്യൽ. കാരണം ഈ ഒരു FIRനെ ഫോളോ അപ്പ് ചെയ്യുന്നതിന് ബാക്കി കാര്യങ്ങളെല്ലാം പോകുന്നത്. ആ മനുഷ്യൻ്റെ കുറച്ച് മാസങ്ങൾ കോഞ്ഞാട്ടാക്കി കൊടുത്തു, ദുസ്സഹമാക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ പറയാം. എന്ത് നിയമമാണ് ഈ പറയുന്ന ഇൻസ്പെക്ടർക്ക്? ഒരു അല്പമെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടോ? നിങ്ങൾ ആരെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കേസൊക്കെ എഴുതി വിടുന്നത്? FIR നിങ്ങൾ എടുക്കുന്നത്? നിങ്ങളിങ്ങനെ കേസ് എഴുതിയത് കൊണ്ട് ഇപ്പോൾ മരിച്ച കുട്ടികൾ തിരിച്ചു വരുമോ? ഇപ്പോൾ ബസ്സുകാരനാണ് കുറ്റക്കാരനെങ്കിൽ കുറ്റക്കാരനൊക്കെ അവിടെ അയാളെ കേസെടുത്ത് രജിസ്റ്റർ ചെയ്യണം, അന്വേഷണം നടക്കണം, അയാൾക്കെതിരെ ശിക്ഷ നടപ്പാക്കി കൊടുക്കുകയും വേണം. പക്ഷേ ഇവിടെ എന്ത് തെളിവെടുപ്പാണ് ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സാധാരണക്കാരന് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യത്തെ FIR ഇട്ട് ആ നിയമത്തിൻ്റെ നൂലാമാലകളിലൂടെ ആ മനുഷ്യനെ ഇട്ട് ഓട്ടിക്കാൻ വേണ്ടി എന്ത് പാതകമാണ് ആ മനുഷ്യൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള സിസ്റ്റം. അതേസമയം പാണ്ടി ലോറി കൊണ്ട് ഇപ്പം കഴിഞ്ഞ ദിവസം കുറേ എണ്ണത്തിനെ ഇടിച്ച് തെറിപ്പിച്ച് പോയി. അവൻ്റെ കാര്യങ്ങളൊക്കെ എന്തായോന്തോ? അവനെ തൂക്കിക്കൊല്ലുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ തെറ്റ് ചെയ്യാത്തവന്മാരെ മാക്സിമം ക്രൂശിക്കാനാണ് ഈ നിയമ സംവിധാനങ്ങളും നമ്മുടെ പോലീസ് സേനയും എല്ലാം ഒറ്റക്കെട്ട്. തെറ്റ് ചെയ്തവനെ അങ്ങ് ടാറ്റയും കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്യും. എൻ്റെ മോനെ, കേരളമേ, ബിഗ് സല്യൂട്ട്.